ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി നടന്നില്ല. 20 വീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലുമായില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. പുനരധിവാസത്തിനായി 2,40,00,000 രൂപ KPCCക്ക് കൈമാറുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം. 2,80,00,000 ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം പറഞ്ഞത്, ഞങ്ങൾ പ്രഖ്യാപിച്ചത് 8 ലക്ഷം രൂപ വീതം മൂല്യം വരുന്ന 30 വീടുകൾ നിർമ്മിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് 2,40,00,000 രൂപയാണ് ഞങ്ങൾ അതിന് സമാഹരിക്കുവാൻ തീരുമാനിച്ചതും അസംബ്ലി കമ്മിറ്റികൾക്ക് അതിന് ചുമതല കൊടുത്തതും. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 84 ലക്ഷം രൂപ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമാഹരിക്കപ്പെട്ടതും ത്രൂ മുഴുവൻ അക്കൗണ്ടിലൂടെയാണല്ലോ. വളരെ ട്രാൻസ്പെറന്റ് ആണ്. ആരും പണം കയ്യിലേക്ക് തരികയല്ല. എല്ലാ അസംബ്ലി കമ്മിറ്റികളോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. ആ പണം വളരെ ഭദ്രമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പക്കലുണ്ട്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ KPCC അതുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഞങ്ങൾ പ്രോമിസ് ചെയ്ത 30 വീടിന്റെ പണം ഞങ്ങൾ KPCCക്ക് ചെയ്തു. 2,80,00,000. ജഗന്നാരായൺ വിവരങ്ങളുമായിട്ട്. രഘു, ഇത് ഡിവൈഎഫ്ഐ ഒക്കെ വീടുകൾ വെച്ചു നൽകി, യൂത്ത് കോൺഗ്രസിന് പറ്റിയില്ല എന്ന വിമർശനമാണ്. തുടങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. അതിലുള്ള പ്രതികരണമാണ് രാഹുൽ അറിയിക്കുന്നത്. ഞങ്ങൾ പണം പിരിച്ചു, അതിന്റെ ആദ്യഘട്ടം 84 ലക്ഷം രൂപ കൊടുത്തു എന്ന്. ഇത് എങ്ങനെയാണ് വിമർശനം ഉയരുന്നത്? ഏതെങ്കിലും താഴെ ഘടകങ്ങളുള്ള ഒരു ഉദാസീനതയാണോ ഈ പരിപാടിയെ ഇഴയിപ്പിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വിമർശനം രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ വിശദീകരണം. എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 2,80,000 രൂപ, അതായത് 2,80,00,000 രൂപ, 8 ലക്ഷം രൂപ വെച്ച് ഒരു വീടിന് ചെലവാകുന്ന രീതിയിൽ 30 വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് 2,40,00,000 രൂപ പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ 80 ലക്ഷം രൂപ മാത്രമേ പിരിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഒരു വിശദീകരണം നൽകുന്നത്. മാത്രവുമല്ല, ഇനി യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകുന്നില്ല, പകരം KPCC വീട് വെച്ച് നൽകാൻ തുടങ്ങുമ്പോൾ ഈ പൈസ KPCCക്ക് പണം KPCCക്ക് നൽകാനാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ സംസ്ഥാന പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം.